ലൈംഗിക പീഡന ഭ്രൂണഹത്യാ കേസിൽ മുൻകൂർ ജാമ്യം തേടി രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയിൽ ഹർജി നൽകി. ബലാത്സംഗ കേസ് നിലനിൽക്കില്ലെന്നും പരാതി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടെന്നും ഹർജിയിൽ രാഹുൽ ചൂണ്ടിക്കാട്ടുന്നു. ജാമ്യ ഹർജിയുടെ പകർപ്പ് 24 ലഭിച്ചു. വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, ഈ മുൻകൂർ ജാമ്യാപേക്ഷ വീണ്ടും സെഷൻസ് കോടതി തള്ളിയതിന്റെ പശ്ചാത്തലത്തിൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. ഒരു ഇടക്കാല ആവശ്യമെന്ന നിലയിൽ അറസ്റ്റ് തടയണമെന്ന് രാഹുൽ കോടതിയിൽ ആവശ്യപ്പെടുന്നുണ്ടോ? ഇത് അടിയന്തരമായി പരിഗണിക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? വിജയകുമാർ, ഒരുപക്ഷെ നാളെ ആയിരിക്കും ജാമ്യ ഹർജി പരിഗണിക്കുക എന്നും മനസ്സിലാക്കുന്നു. ഇതിൽ 16 സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് ആണ് രാഹുൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പ്രയറായിട്ട് 16 കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായ നീക്കം എന്നുള്ളതാണ്. ഈ പരാതിക്ക് പിന്നിൽ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള രാഷ്ട്രീയ നീക്കമാണ്. ഈ അന്വേഷണത്തിലടക്കം രാഷ്ട്രീയ സ്വാധീനം, രാഷ്ട്രീയ ഇടപെടലും വലുതായിട്ടുണ്ട്. തനിക്കെതിരെ നടക്കുന്നത് കൃത്യമായ ഗൂഢാലോചനയാണെന്ന് രാഹുൽ പറയുന്നു. ഈ പരാതിക്കാരി തനിക്കെതിരെ തിരിയാനുള്ള കാര്യം ഒരു ഓഡിയോ ക്ലിപ്പ്, ഞങ്ങൾ തമ്മിലുള്ള ഒരു ഓഡിയോ ക്ലിപ്പ് സമൂഹ മാധ്യമത്തിൽ പ്രചരിച്ചിരുന്നു. ആ ഓഡിയോ ക്ലിപ്പ് പുറത്തുവിട്ടത് താനാണെന്ന് തെറ്റിദ്ധരിച്ച പരാതിക്കാരി തനിക്കെതിരെ തിരഞ്ഞു എന്നുള്ളതാണ് രാഹുൽ ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊന്ന് ഭ്രൂണഹത്യയുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. അത് നിലനിൽക്കില്ല. അന്വേഷണ സംഘം തെറ്റായ രീതിയിൽ കാര്യങ്ങൾ തെറ്റായി ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഈ ഭ്രൂണഹത്യ അടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കില്ല. അത് നിലനിൽക്കില്ല എന്ന് അല്ലെങ്കിൽ അത് കോടതി ധരിപ്പിക്കാനുള്ള തെളിവ് തന്റെ പക്കലുണ്ട് എന്ന് രാജീവ് മുഖേന രാഹുൽ നൽകിയിട്ടുള്ള മുൻകൂർ ജാമ്യാപേക്ഷയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. രാഹുൽ പ്രതീക്ഷിക്കുന്നത് ഉറപ്പായും ഒരു നോട്ട് ടു അറസ്റ്റ് ആയിരിക്കും. പക്ഷേ ഇത് പരിഗണിച്ച ഘട്ടത്തിൽ മാത്രമേ ഒരു നോട്ട് ടു അറസ്റ്റിലേക്ക് പോകാനുള്ള സാധ്യത നിലവിലുള്ളൂ. ഓപ്പൺ കോർട്ടിൽ മെൻഷൻ ചെയ്യുമെന്നാണ് ഇന്ന് പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും അങ്ങനെ ഉണ്ടായിരുന്നില്ല. സാധാരണ ഇന്ന് ടുഡേ മൂവ് ഡേ ആണ്. അതുകൊണ്ട് തന്നെ ഓൺലൈനായി പരിഗണിക്കാതെ നേരിട്ട് അഭിഭാഷകൻ എത്തി ഇതൊരു പരിഗണിക്കണമെന്ന് പറയുമെന്ന് പ്രതീക്ഷയെങ്കിൽ അങ്ങനെയല്ല. ഇത് ഓൺലൈനായി തന്നെ ഫയൽ ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. രാഹുലിനെ സംബന്ധിച്ച് ഏറെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് രാഹുൽ ഹൈക്കോടതിയിൽ എത്തിയിട്ടുള്ളത്. സെഷൻസ് കോടതിയിൽ അത്ര പ്രതീക്ഷ രാഹുലിന് ഉണ്ടായിരുന്നില്ല. നേരിട്ട് ഹൈക്കോടതിയിൽ വരാതിരിക്കാനുള്ള കാര്യവും അത് തന്നെയാണ്. ഹൈക്കോടതിയിൽ ഒരുപക്ഷെ നേരിട്ട് വന്നാൽ ഈ ജാമ്യ ഹർജിയെങ്കിലും തള്ളിപ്പോയി കഴിഞ്ഞാൽ അത് വലിയ തിരിച്ചടിയാവും. പിന്നീട് ജാമ്യ ഹർജിക്കായി സുപ്രീം കോടതി വരെ പോകേണ്ട സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് സെഷൻസ് കോടതിയിൽ ഒരു ശ്രമമെന്ന രീതിയിൽ ജാമ്യ ഹർജി നൽകിയത്. പക്ഷേ അത് അവിടെ തള്ളി. ആ കാര്യമടക്കം ഈ ജാമ്യ ഹർജിയിൽ പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും രാഹുൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കോടതി ഇതിന്റെ പൂർണ്ണ മെറിറ്റിലേക്കൊക്കെ പോകുമോ എന്നുള്ളതും ഒരു ചോദ്യമായി നിൽക്കുന്നത് ഹൈക്കോടതിയാണ്. സാധാരണഗതിയിൽ ആന്റിസിപ്പേറ്ററി ഫയൽ ചെയ്യുന്ന ഘട്ടത്തിൽ അങ്ങനെ പൂർണ്ണ തോതിൽ ഒരു മെറിറ്റിലേക്ക് പോകണമെങ്കിൽ അതങ്ങനെ അപൂർവ കേസുകളിലൊക്കെ മാത്രമാണ്. അല്ലെങ്കിൽ സാധാരണ ഇതിന്റെ പെറ്റീഷൻ വായിക്കുക, അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളിലേക്കൊന്നും കോടതി പോകാറില്ല. ഇതൊരു അപൂർവ കേസായി പരിഗണിച്ചുകൊണ്ട് പെറ്റീഷൻ ഒരു വാദപ്രതിവാദത്തിലേക്കൊക്കെ പോകുമോ എന്നുള്ളതും ഹൈക്കോടതിയുടെ വിവേചനാധികാരമാണ്. ജസ്റ്റിസ് കെ ബാബുവാണ് രാഹുലിന്റെ ആന്റിസിപ്പേറ്ററി ബെയിൽ പരിഗണിക്കുക. അഡ്വക്കേറ്റ് എസ് രാജീവാണ് രാഹുലിന് വേണ്ടി ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. രാഹുൽ വലിയ പ്രതീക്ഷയിലാണ്. ഇത്തരത്തിൽ മുൻപ് സമാനമായ കേസുകളിലൊക്കെ പലയിടങ്ങളിലും പല ആളുകൾക്കും ജാമ്യം ലഭിച്ചിട്ടുണ്ട്. അതെല്ലാം പരിഗണിച്ചുകൊണ്ട് ജാമ്യം ലഭിക്കുമെന്ന പ്രതീക്ഷ, അല്ലെങ്കിൽ ഒരു നോട്ട് ടു അറസ്റ്റ് എങ്കിലും ലഭിക്കുമെന്നാണ് ജാമ്യം രാഹുൽ പ്രതീക്ഷിക്കുന്നത്. വിജയകുമാർ. യെസ്, എന്തായാലും വളരെ വിശദമായി സെഷൻസ് കോടതി കേട്ട് വിധി പറഞ്ഞതാണ്. പ്രഥമ ദൃഷ്ട്യാ ഒരു കേസ് നിലനിൽക്കുമെന്നതായിരുന്നു സെഷൻസ് കോടതി ഈ ജാമ്യാപേക്ഷ നിരാകരിച്ചുകൊണ്ട് പറഞ്ഞത്. തന്നെയുമല്ല, പ്രതി ഒരു MLA ആണ്. ജാമ്യം നൽകിയാൽ, മുൻകൂർ ജാമ്യം നൽകിയാൽ, ഒരു ആന്റിസിപ്പേറ്ററി ബെയിൽ നൽകിയാൽ സാക്ഷികളെ സ്വാധീനിച്ചേക്കാം, കേസ് അന്വേഷണത്തിൽ ഇടപെടൽ ഉണ്ടാകാനുള്ള അത്തരം ആശങ്കകൾ ഒക്കെ, ഈ മൊഴിയൊക്കെ നൽകാൻ പോകുന്നതേ ഉള്ളൂ സാക്ഷികളൊക്കെ, അപ്പോൾ അവരെയൊക്കെ സ്വാധീനിച്ചേക്കാമെന്നൊരു ആശങ്ക പ്രോസിക്യൂഷൻ പങ്കുവച്ചത്. അതും മുഖവിലക്കെടുത്തുകൊണ്ടായിരുന്നു സെഷൻസ് കോടതിയും അത് തള്ളിയത്. ഹൈക്കോടതി എങ്ങനെയാണ് കാര്യങ്ങളെ വിലയിരുത്തുക എന്നത് നാളെയോ അല്ലെങ്കിൽ തിങ്കളാഴ്ചയോ അത് പരിഗണിക്കുന്ന ഘട്ടത്തിലേ നമുക്ക് ഏതെങ്കിലും നിഗമനത്തിലേക്ക് എത്താൻ കഴിയൂ. വിശദാംശങ്ങളാണ് വിഷ്ണു സുരേഷ് നൽകി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.